പ്രായമായവരിൽ രോഗപ്രതിരോധ ശേഷി വളരെ കുറവായതിനാൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൈശുചിത്വവും അണുബാധ നിയന്ത്രണവും ഓരോ കെയർ ഗീവറും പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ്. രോഗിയെ സ്പർശിക്കുന്നതിന് മുൻപും ശേഷവും, ഭക്ഷണം നൽകുന്നതിന് മുൻപും മരുന്ന് നൽകുന്നതിന് മുൻപും ശരീരദ്രവങ്ങളുമായി സമ്പർക്കം ഉണ്ടാക്കുന്നതിന് ശേഷവും കൈകൾ ശുചിയാക്കണം. കൈകൾ ശുചിയാക്കുന്നത് രോഗാണുക്കളുടെ പകർച്ചയെ കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായൊരു മാർഗമാണ്. ഗ്ലൗസ് ധരിക്കുന്നത് പ്രധാനമാണെങ്കിലും നമ്മൾ ഗ്ലൗസ് ധരിച്ചുകൊണ്ട് മാത്രം കൈ ശുചിത്വമാവണമെന്നില്ല. ഗ്ലൗസ് മാറ്റുന്ന ഓരോ തവണയും കൈകൾ നന്നായിട്ട് ശുചിയാക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗിയുടെ കിടക്ക, വീൽചെയർ, ബെഡ് റെയിൽ, ഡോർ ഹാൻഡിൽ തുടങ്ങിയ പലരും സ്പർശിക്കുന്ന സ്ഥലങ്ങൾ പതിവായി വൃത്തിയാക്കുകയും അണുവിമുക്തമാക്കുകയും വേണം. അത് അണുബാധ പടരുന്നത് തടയുവാൻ സഹായിക്കുന്നു. KM നൽകുമ്പോൾ നമ്മൾ ആവശ്യാനുസരണം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് അഥവാ PPP, ഉദാഹരണത്തിന് ഗ്ലൗസ്, മാസ്ക്, ആപ്രൺ എന്നിവ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓർമ്മിക്കുക, ശരിയായ ഹാൻഡ് ഹൈജീനും ഇൻഫെക്ഷൻ കൺട്രോൾ നടപടികളും രോഗികളെയും കെയർ ഗീവർമാരെയും ഒരുപോലെ സംരക്ഷിക്കുന്നു. സുരക്ഷിതമായ പരിചരണത്തിൻ്റെ ആദ്യ പടിയാണ് ശുചിത്വം. വയോജന പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അറിവുകൾ അറിയുവാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.